everyone, welcome back to the amazing world of BMC English. My name is Binu. Friends, in the previous videos, we were discussing how to make positive and negative sentences in the past perfect continuous tense. But today, in this lesson, I am going to teach you how to make questions, especially yes or no questions in the past perfect continuous. So, let's get started. Ade friends, ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെ ചോദ്യങ്ങൾ നിർമ്മിക്കാം, പ്രത്യേകിച്ചും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്നതാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഭൂതകാലത്ത് ഒരു പ്രവൃത്തി ആരംഭിച്ച് അതിൽ തന്നെ കുറച്ചു കാലം തുടർന്നുകൊണ്ടിരുന്ന് പാസ്റ്റിൽ തന്നെ അവസാനിക്കുന്ന ഒരു അവസ്ഥയാണത്. ഒരിക്കൽ കൂടെ പറയുന്നു, ഭൂതകാലത്ത് ഒരു പ്രവൃത്തി ആരംഭിച്ച് ഭൂതകാലത്ത് തന്നെ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ചു കാലം തുടർന്നുകൊണ്ടിരുന്ന് ഭൂതകാലത്ത് തന്നെ അവസാനിക്കുന്നു. നമുക്കതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ആദ്യം അറിഞ്ഞിരിക്കാം. പ്ലീസ് ലുക്ക് അറ്റ് ദ ബോർഡ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ക്വസ്റ്റ്യന് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്, അഥവാ വേർബ് ഫോം എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വേർബ്. ഓക്കെ, ഇതാണ് ആദ്യം നമ്മുടെ മനസ്സിൽ പതിയേണ്ടത്. ഒന്നുകൂടെ പറയുന്നു, ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി വേർബ്. ഓക്കെ, ഇനി ഏതെല്ലാം സബ്ജക്റ്റുകൾ വരുമ്പോഴാണ് നമ്മൾ ഹാഡ് ബീൻ ഉപയോഗിക്കുന്നത്? ഇവിടെ യാതൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഏത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഹാഡ് ബീൻ ഉപയോഗിക്കാം. ഓക്കെ, ലെറ്റ്സ് ലേൺ. ഹാഡ് യു ബീൻ ചോദ്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് എന്താണ്? ഓക്സിലറി ഫോമായ ഹാഡ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ്, അതിനുശേഷം ബീൻ. പിന്നെ ഇവിടെ എന്തായിരിക്കും? ing ഫോം ഓഫ് ദി വേർബ് ആയിരിക്കും. Okay, repeat after me. Had you been? Had I been? Had they been? Had we been? Had he been? Had she been? അടുത്തത് had it been or had Ravi been? മനസ്സിലായല്ലോ ആ ചോദ്യത്തിൻ്റെ പാറ്റേൺ? ഓക്കെ, ഇനി നമുക്ക് ധാരാളം എക്സാമ്പിൾസിലൂടെ പോകാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ലെറ്റ്സ് ബിഗിൻ. Though it is very uncommon tense, it is that we should learn how to make questions in the past perfect continuous tense too. Okay, and it is pretty easy to make questions. So the first example, had you been reading a novel for a long time before your friends arrived. Question mark. Look at this example. നോക്കൂ, had you been reading a novel for a long time before your friends arrived എന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് നിങ്ങളുടെ കൂട്ടുകാർ വരുന്നതിന് മുമ്പ് നിങ്ങൾ കുറേ സമയത്തേക്ക് ഒരു നോവൽ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നതല്ല, പാസ്റ്റിൽ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടേ ഇരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, had they been working hard? Had they been working hard before the manager came? Look at this example. Had they been working hard before the manager came? മാനേജർ വരുന്നതിന് മുമ്പ് അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? നമുക്ക് ആദ്യം ഇതൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാർഡ് എന്ന് പറയുന്ന
ഓക്സിലറി അല്ലേ. അടുത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? സബ്ജക്റ്റ്. ഓക്കെ, ദെൻ ബീൻ പ്ലസ് ING. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെയും ഹാർഡ് ഓക്സിലറി ആദ്യം ഉപയോഗിച്ചു, അതിനുശേഷം സബ്ജക്റ്റ് ഉപയോഗിച്ചു, അതിനുശേഷം നമ്മൾ ബീൻ പ്ലസ് ING. ഓക്കെ, ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചോദ്യരൂപത്തിൽ ഉപയോഗിക്കുന്നത്. ലെറ്റ് മീ ഗിവ് യു എ ഫ്യൂ മോർ എക്സാമ്പിൾസ്. നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലിത് അങ്ങ് പതിയും. അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, ലെറ്റ് മീ ഗിവ് യു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ഹാഡ് ഇറ്റ് ബീൻ റെയിനിങ് ഫോർ എ ലോങ് ടൈം before you reached home. എന്താണ് ഇതിൻ്റെ അർത്ഥം? Had it been raining for a long time before you reached home? നീ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറേ സമയത്തേക്ക് അല്ലേ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നോ? ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ദെൻ നെക്സ്റ്റ് വൺ, had she been teaching English before she moved to Delhi? ഓക്കെ, എന്താ അർത്ഥം? ഡൽഹിയിലേക്ക് അവൾ പോകുന്നതിന് മുമ്പ് അവൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. ഹാർഡ് ഓക്സിലറി ആണ് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്, ദെൻ സബ്ജക്റ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തത് ബീൻ പ്ലസ് ING. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഹാർഡ് ഓക്സിലറി ആദ്യം ഉപയോഗിക്കുന്നു, സബ്ജക്റ്റ്, ദെൻ ബീൻ പ്ലസ് ING. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ഹാർഡ് ഷീ been studying, had she been studying in the library before she came to the class? എന്താണ് ഇതിൻ്റെ അർത്ഥം? അവള് ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ലൈബ്രറിയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നാണ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പരിശീലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡിലും ഞാൻ തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യെസ്. ദ നെക്സ്റ്റ് എക്സാമ്പിൾ, ഹാഡ് ഷീ ബീൻ സ്ലീപ്പിംഗ്, had she been sleeping before the doctor arrived? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഡോക്ടർ എത്തുന്നതിന് മുമ്പ് അവൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, had she been cooking before her parents came home? Had she been cooking before her parents came home? അവളുടെ പേരൻസ് വീട്ടിൽ വരുന്നതിന് മുമ്പ്
അവൾ പാചകം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. If you like this class, please give me a thumbs up, and if you haven't subscribed our channel, do it right now. I'll be back soon with another lesson. Till then, bye.